ആൻഡ് ഇതിലത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലുള്ള പല ക്യാരക്ടേഴ്സും, നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയ പല ക്യാരക്ടേഴ്സും റിയൽ ലൈഫിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ പെട്ടുപോയ ആൾക്കാരാണ്. ആൻഡ് അതിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിൽ പല റോളുകളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പടം കണ്ട ആളുകൾ ഈ സിനിമയുടെ അവസാനം രക്ഷപ്പെട്ട ആൾക്കാരുടെ പേര് വിളിച്ചു പറയുന്ന ഒരു ഓഫീസറെ കണ്ടിട്ടുണ്ടാവും. ആ ഓഫീസർ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരിൽ ഒരാളാണ്. ആൻഡ് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ സിനിമ അത്രത്തോളം നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ആൻഡസ് പർവ്വതങ്ങൾക്കിടയിൽ ഈ ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്തതിനു ശേഷം ആ ഒരു ക്രാഷിംഗ് സീൻ ഏകദേശം പടം തുടങ്ങിയ ഒരു 15ാമത്തെ മിനിറ്റിലാണ് ആ ഒരു പ്ലെയിൻ ക്രാഷ് കാണിക്കുന്നത്. ഇതിപ്പോ ഒരു നമ്മളിപ്പോ ഒരു ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് നമ്മളിത് കാണുക വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കളി പോകും. ഇപ്പൊ ഈവൻ ഈ അടുത്തായാൽ പോലും ഞാനൊരു ഒഫീഷ്യൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഫ്ലൈറ്റ് ജേർണി ചെയ്യുമ്പോൾ ഇടയിൽ വെച്ചിട്ട് ടർബുലൻസ് വന്നപ്പോൾ തന്നെ എന്റെ ബോധം പോയിരുന്നു. ആൻഡ് ഇതിലുള്ള ആൾക്കാരുടെ ഈവൻ ആ ഒരു പാസഞ്ചേഴ്സിന്റെ ആ ഒരു